ലോകത്തെ പിടിച്ചുലച്ച മഹാമാരിക്ക് ശേഷം യുഎഇയിലെത്തുന്ന ആദ്യത്തെ പുതുമാപ്പാണിത്. ആ കാലത്ത് തൊഴിൽ നഷ്ടമായ ഒരുപാട് പേരുണ്ട്. പുതിയ ജോലിക്കായി അന്വേഷിച്ചിട്ടും കണ്ടെത്താനാവാതെ വന്നവർ. ഒടുവിൽ ഓവർ സ്റ്റേയുടെ പിഴയടയ്ക്കാൻ കഴിയാതെ ഇപ്പോഴും പ്രയാസത്തിൽ കഴിയുന്നവരോടാണ് ആദ്യം പറയാനുള്ളത്. കാരണം ദിവസം 50 ദിർഹം, ഏകദേശം 1000 രൂപയ്ക്ക് മുകളിലാണ് അവരൊക്കെ പിഴ അടയ്ക്കുന്നത്. അങ്ങനെ പതിനായിരങ്ങളും ലക്ഷങ്ങളും ഫൈൻ വന്നവർക്ക് പിഴയോ മറ്റ് ശിക്ഷകളോ ഇല്ലാതെ ഒന്നുകിൽ നാട്ടിലേക്ക് മടങ്ങാം, അല്ലെങ്കിൽ താമസരേഖകൾ ശരിയാക്കി യുഎഇയിൽ തന്നെ തുടരാനുള്ള അവസരമാണിത്. യുഎഇയിൽ വിസയോ എമിറേറ്റ്സ് ഐഡിയോ ഇല്ലാതെ കഴിയുന്നവർക്കും ഇത് അവസരമാണ്. നേരത്തെ ജോലി ചെയ്ത കമ്പനി വിട്ട് പുതിയ ഓഫറിന് പുറകെ പോയി ജോലി കിട്ടാതെ പെരുവഴിയിലായവരും ഉണ്ടാവും. പഴയ സ്ഥാപനത്തിലെ വിസ ക്യാൻസൽ ചെയ്യാതെയായിരിക്കും പോയിട്ടുണ്ടാവുക. അതുമൂലം ആബ്സ്കോണ്ടിങ്ങായി കഴിയുന്നവർ. അക്കൂട്ടർക്ക് പിഴ കൂടാതെ മറ്റൊരു വിസയിലേക്ക് മാറാനോ മാതൃരാജ്യത്തേക്ക് മടങ്ങാനോ ഈ പൊതുമാപ്പ് അവസരം നൽകും. ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. പാസ്പോർട്ട് ഉള്ളവർ അത് കയ്യിൽ കരുതണം. ഇനി പാസ്പോർട്ട് മിസ്സിംഗ് ആണെങ്കിൽ അതിൻ്റെ കോപ്പി മതി. കാലാവധി കഴിഞ്ഞ എമിറേറ്റ്സ് ഐ ഡി അല്ലെങ്കിൽ എമിറേറ്റ്സ് ഐ ഡിയുടെ കോപ്പി, മറ്റ് കമ്പനി രേഖകളോ ഉണ്ടെങ്കിൽ അതുമായി സർക്കാർ എമിഗ്രേഷൻ അംഗീകൃത ടൈപ്പിംഗ് സെൻറ്ററിലേക്ക് എത്തി അപേക്ഷ കൊടുക്കണം. സെപ്റ്റംബർ 1 അപേക്ഷ സ്വീകരിച്ചു തുടങ്ങും. ആദ്യഘട്ടത്തിൽ തന്നെ നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒക്ടോബർ 31 വരെയാണ് പൊതുമാപ്പ് കാലാവധി. ഇത് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ വലിയ ശിക്ഷയായിരിക്കും വരാനിരിക്കുന്നത് എന്നതുകൂടി ഓർക്കണം. കേസുകളിൽപ്പെട്ടവർക്ക് നാട്ടിലേക്ക് പോകാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. കാരണം മലയാളികൾ നേരിടുന്ന നിയമപ്രശ്നങ്ങളിൽ അധികവും ഒന്നുകിൽ ക്രെഡിറ്റ് കാർഡ് അടവ് മുടങ്ങിയത്, അല്ലെങ്കിൽ ലോൺ എടുത്ത് വായ്പാ തവണ മുടങ്ങിയപ്പോൾ വന്നതോ ചെക്ക് മടങ്ങുന്നതുമായ കേസുകളാണ്. കാരണം കേസുകളിൽപ്പെട്ടവർക്ക് നോർമലി വിസ കാലാവധിക്ക് ശേഷം വിസ പുതുക്കാൻ കഴിയാറില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും കേസിൽ പെട്ട് അറസ്റ്റ് വാറണ്ട് ഉള്ളപ്പോൾ വിസയുടെ സ്റ്റാറ്റസ് പോലും ചേഞ്ച് ചെയ്യാനും കഴിയാറില്ല. മാത്രമല്ല കേസുള്ളതുകൊണ്ട് യാത്രാ വിലക്കും നേരിടേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് ഈ പൊതുമാപ്പിൽ വിസയുടെ ഓവർ സ്റ്റേ മാറ്റിയിട്ട് അത് പുതുക്കാനും അല്ലെങ്കിൽ പുതിയ വിസയിലേക്ക് മാറാനും സാധിക്കും. പക്ഷേ ചെക്ക് മടങ്ങിയതടക്കമുള്ള കേസുകളിൽ ആ സ്ഥാപനങ്ങളുമായോ വ്യക്തിയുമായോ ലാൻഡ് ലോഡുമായോ ബന്ധപ്പെട്ട് കേസ് തീർപ്പാക്കിയതിന് ശേഷം മാത്രമേ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയൂ. കുറ്റകൃത്യങ്ങളെ തുടർന്ന് നാട് കടത്താൻ വിധിക്കപ്പെട്ടവർ, ഇനി ഏതെങ്കിലും കേസിൽ ജാമ്യം നേടിയിട്ടും ഹാജരാകാതെ ഒളിച്ചു കഴിയുന്നവർക്കൊന്നും പൊതുമാപ്പിലൂടെ നാട്ടിലേക്ക് മടങ്ങാനാവില്ല എന്നതും ഓർക്കണം. വിസയിൽ മാറ്റം വരുത്താം എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട നേട്ടം. ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് ജോലി അന്വേഷിച്ചു, ഒടുവിൽ ജോലി കിട്ടാതെ വന്ന് കാലാവധി കഴിഞ്ഞ് യുഎഇയിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. രാജ്യം അനുവദിച്ചിരിക്കുന്ന ഏത് വിസയുടെയും കാലാവധി അവസാനിക്കുകയാണെങ്കിൽ പിഴ അടയ്ക്കാതെ തന്നെ അത് പുതുക്കുകയോ അല്ലെങ്കിൽ പുതിയ വിസയിലേക്ക് മാറുകയോ ചെയ്ത് ഒന്നുകിൽ പുതിയ ജോലിയിലേക്ക് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് യുഎഇയിൽ നിയമപരമായി താമസിക്കാൻ ഈ പൊതുമാപ്പ് സഹായിക്കും. കാരണം വിദ്യാസമ്പന്നരടക്കം ഒരുപാട് പേര് വിസ തട്ടിപ്പിനിരയായി ഓവർ സ്റ്റേ ആയി ഈ നാട്ടിൽ കഴിയുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ നിയമവിധേയമായി ഇവിടെ തുടരാമെന്നാണ് പറയാനുള്ളത്. മുൻകാലങ്ങളിലെ പൊതുമാപ്പിൽ ഇമിഗ്രേഷൻ ഫൈൻ ഉള്ളവർക്ക് തിരിച്ചു പോകും സമയത്ത് യാത്രാ ബാൻ ഒരു തടസ്സമാകാറുണ്ട്. പക്ഷേ ഇത്തവണ അതൊരു വിഷയമല്ല. അത്തരത്തിലുള്ള യാത്രാ വിലക്കൊന്നും നേരിടേണ്ടി വരില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നാട്ടിലേക്ക് പോയാൽ പിന്നീട് ദുബായിലേക്ക് തിരിച്ചു വരാനാവില്ലല്ലോ എന്ന ചിന്തയും വേണ്ട. എപ്പോൾ വേണമെങ്കിലും നാട്ടിലേക്ക് പോകുന്നവർക്ക് പുതിയ വിസയിൽ യുഎഇയിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നും ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്.